നിങ്ങൾക്ക് ഏവർക്കും നിങ്ങളുടെ ഫേവറേറ്റ് വിശുദ്ധനുണ്ടായിരിക്കുമല്ലോ. എന്നോട് ചോദിക്കുക ആരാണ് ഫേവറേറ്റ് സെയിൻറ്റ്, പെട്ടെന്ന് ഉത്തരം പറയും ഫ്രാൻസിസ് അസീസി. ഇതുപോലെ പ്രണയത്തിൻ്റെ കാവ്യം പോലെ ജീവിച്ചൊരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടെത്തിയിട്ടില്ല. ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ സ്വർഗത്തിൻ്റെ ക്ഷണക്കത്ത് പോലെ ജീവിച്ചൊരാൾ ഫ്രാൻസിസ് അസീസി. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളായപ്പോൾ രണ്ട് പുസ്തകങ്ങളാണ് കയ്യിൽ വെച്ചത് എന്ന് പറയപ്പെടുന്നു. ഒന്ന് വിശുദ്ധ ഗ്രന്ഥം, രണ്ട് ആശ്രമത്തിൽ മരിച്ച ഒരു സന്യാസിയുടെ തലയോട്ടി. കടുത്ത സ്വാർത്ഥതയോ കടുത്ത നിഷേധാത്മകതയോ അലസഭാവങ്ങളോ ഉള്ളിൽ വന്ന് നിറയുമ്പോൾ ഫ്രാൻസിസ് അസീസി എന്താ ചെയ്യുക? ഈ തലയോട്ടിയും പിടിച്ച് സെമിത്തേരിയിലേക്ക് പോകും. സെമിത്തേരിക്ക് കൊയ്മത്തേരിയൂൻ എന്നാണ് പേര്, അതായത് കിടപ്പറ. ശരിക്കും അവിടെ ഒരാൾ ഉണരാൻ വേണ്ടി ഉറങ്ങുന്നു, അങ്ങനെ ഒരു ഇടമാണ് സെമിത്തേരി. അവിടെ ഇദ്ദേഹം ചെല്ലും. അവിടെ ചെന്നിട്ട് ഈ തലയോട്ട് മുന്നിൽ വെക്കും. തലയോട്ട് മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം തന്നോട് തന്നെ ഉച്ചത്തിലൊരു പ്രസംഗം നടത്തും. ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ഓൾ ഫ്രാൻസിസ്കോ. ഇത്ര ഉള്ള എൻ്റെ ഫ്രാൻസിസേ. അതായത് കണ്ണേ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞു മാശി മണ്ണാകും ഈ മലര് വിസ്മൃതമാകും ഇപ്പോൾ, എന്നീടിൽ ആർക്കും ഇതുതാൻ ഗതി, അവനി വാഴ്വ് കിനാവ് കഷ്ടം എന്ന് ആശാൻ എഴുതിയതുപോലെ. ഇത് ഇത്രയൊക്കെ ഉള്ളൂ. ഇത്ര അഹന്തയൊന്നും വേണ്ട, ഇത്ര അലസതയൊന്നും പാടില്ല, ഇത്ര നിരാശയൊന്നും വേണ്ട, കടന്നു പോകേണ്ടവരാണ്. ആ ചിന്ത ഓർമ്മ മനുഷ്യർക്ക് നൽകുന്നു. പിന്നെ അദ്ദേഹം അവിടെ നർത്തനം ചെയ്യാറുന്നത്രേ. കാരണം മരണം ഇവിടെ തീരുന്നു, ജീവൻ നിത്യജീവൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് പാടിക്കൊണ്ട് അദ്ദേഹം നർത്തനം ചെയ്യുമായിരുന്നു. നമ്മുടെ ഹൃദയത്തിൽ കിടന്ന് നൃത്തമാടുന്ന ഫ്രാൻസിസ് അസീസിയെ അതിസുന്ദരമായി വരച്ചിടുന്ന ഒരു ക്ലാസിക് കൃതിയുണ്ട്. നിങ്ങൾക്കതറിയാം. നിക്കോസ് കസാന്തസാക്കിസിൻ്റെ ഗോഡ്സ് പോപ്പർ എന്ന കൃതി. ദൈവത്തിൻ്റെ നിസ്വനെന്ന് മലയാളത്തിൽ. ഇതിൻ്റെ മലയാളത്തിൻ്റെ മൊഴിമാറ്റമുണ്ട്, ശ്രീ ജോസഫ് മറ്റത്ത് നിർവഹിച്ചിട്ടുണ്ട്. സുന്ദരമായിട്ടുണ്ട് അത്. നിങ്ങൾ സാധിക്കുമെങ്കിൽ, നിങ്ങൾ വായിക്കുന്ന ആളാണെങ്കിൽ, ആ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ അതൊരു വലിയ കുറവാണ്. വായിക്കണം. ഇത്രയ്ക്ക് ധ്യാനത്തിലേക്ക് ഒരാളെ നയിക്കുന്ന, ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന പുസ്തകങ്ങൾ ഒരുപക്ഷെ കുറവായിരിക്കാം. കാരണം അപരക്രിസ്തുവായിട്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഉൾക്കണ്ണുകൊണ്ട് കണ്ട് ഹൃദയം കൊണ്ട് വായിച്ചെടുക്കാനുള്ള ഒരു ശ്രമം. അപ്പോൾ ഇന്നത്തെ ഈ ശ്രമവും അതുതന്നെയാണ്. ഉള്ളിലെ ഓരോ അടരുകളിലേക്കും ഒന്ന് സഞ്ചരിക്കാം, ഫ്രാൻസിസിൻ്റെ കൈപിടിച്ച്. ക്രിസ്തുവിലേക്കുള്ള യാത്രയാണത്. ചില നേരത്ത് ജെയിംസ് ജോയ്സിൻ്റെ കഥാപാത്രം പറയുന്ന പോലെ ചില താളുകളൊക്കെ മറിച്ച് നോക്കുമ്പോൾ കണ്ണ് നിറയും. ഉള്ളി കുളിക്കുന്ന പോലെ കണ്ണ് നിറയട്ടെ, കണ്ണ് നിറഞ്ഞൊഴുകട്ടെ. കാരണം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നാണ് ആ കണ്ണീരൊഴുക്ക്. ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് പുസ്തകം എഴുതുന്നതിന് മുമ്പായിട്ട് നിക്കോസ് കസാന്തസാക്കിസ് ആദ്യം ചെയ്തത്, അദ്ദേഹം അസീസിയിലേക്കൊരു യാത്ര നടത്തി. ആ നാട്ടുവഴികളിലൂടെയൊക്കെ നടന്നു. ഫ്രാൻസിസ് പുതുക്കിപ്പണിത സാൻ ദാമിയാനോ പള്ളി അവിടെ പോയിരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് ഫ്രാൻസിസിൻ്റെ ജീവിതത്തെ അദ്ദേഹം ധ്യാനിക്കാൻ തുടങ്ങി. ഫ്രാൻസിസിന് പഞ്ചക്ഷതങ്ങൾ കിട്ടിയ ആ മലയിലേക്ക് കയറി തൻ്റെ ഉള്ളിലുള്ള താഴ്ന്ന ഇടങ്ങളെ വിട്ട് ഉയർന്ന ഇടങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്ന അനുഭവം അദ്ദേഹത്തിനുണ്ടായി. കസാന്തസാക്കിസ് പറയുന്നത് ഈ പുസ്തകരചനയ്ക്കിടയിൽ താപസനെ പോലെയായി മാറി, വിശുദ്ധൻ്റെ ആത്മാവ് കുടിയേറിയതുപോലെ. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. നല്ലൊരു പുസ്തകം നമ്മൾ വായിക്കുമ്പോഴും ഒരു മാറ്റം വരും. ഒരു വിശുദ്ധൻ്റെ ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലും വിശുദ്ധിയുടെ നറുമണം നമ്മെ തേടിയെത്തും. ആരോ നമ്മെ തൊടുന്നൊരു അനുഭവം നമുക്കുണ്ടാവും. അങ്ങനെ അനുഭവം നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ബോധ്യത്തോടെയല്ല വായിച്ചതെന്നാണ്. അപ്പോൾ ആ ബോധത്തോടെയും ബോധ്യത്തോടു കൂടിയും ഈ പുസ്തകത്തിലേക്ക് ഒന്ന് സഞ്ചരിക്കുക. സന്തത സഹചാരിയായ ലയോ ഫ്രാൻസിസിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ ഉടനീളം സംസാരിക്കുന്നത്. ലയോയുടെ കണ്ണിലൂടെയാണ് നമ്മൾ ഫ്രാൻസിസ് അസീസിയെ കണ്ടെത്തുക. ലയോ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പ്രിയപ്പെട്ട ഗുരു, പ്രിയ പിതാവ് ഫ്രാൻസിസ്, അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്നൊരു വെട്ടം പുറത്തേക്ക് വരും. വലിയൊരു വെട്ടം. ആ വെട്ടം ഭൂമിയെ മുഴുവൻ നിറക്കുന്ന വെട്ടമായിട്ട് മാറും. ഞാനപ്പോൾ പ്രിയ സഹോദരനോട് പറയും, എൻ്റെ സഹോദര,
നിന്റെ വെട്ടം ഭൂമിയെ കത്തി ചാമ്പലാക്കി കളയും. വെട്ടമൊന്ന് കുറക്ക്. നല്ല എക്സ്പ്രഷൻ അല്ലേ? വെട്ടമൊന്ന് കുറക്ക്, നിന്റെ വെട്ടം ഭൂമിയെ കത്തി ചാമ്പലാക്കി കളയും. കാതറൈൻ, വിശുദ്ധ കാതറൈൻ മരിക്കുന്നതിന് മുമ്പ് കൂട്ടുകാരികളോടൊക്കെ പറഞ്ഞത് എന്താണ്? ലോകത്ത് മുഴുവൻ കത്തിപ്പിക്കുക. അത് സ്നേഹത്തിൻ്റെ കത്തുപിടിക്കലാണ്. അതായത് ശരിയില്ലായ്മകൾ മുഴുവൻ കത്തിച്ച് കളയുക, എന്നിട്ട് സ്നേഹത്തിൻ്റെ ജ്വാലകൾ കൊണ്ട് നിറയ്ക്കുക. മരുഭൂമിയിലെ പിതാക്കന്മാരെ കുറിച്ചുള്ള ഒരുപാട് കഥകളുണ്ടല്ലോ. അബ്ബ മോസസിനെ സമീപിച്ച ഒരാൾ ചോദിച്ചു, ഞാൻ നന്നായിട്ട് ധ്യാനിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവാസങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട്, ഇനി എന്ത് ചെയ്യണം? അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സൂര്യപ്രഭയായിട്ട് ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ് അബ്ബ മോസസ് ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് അഗ്നി ജ്വാലയായി മാറിക്കൂടെ നിനക്ക്? അത് നീ ഇപ്പോൾ ചെയ്യുന്ന നോർമൽ കാര്യങ്ങളൊക്കെ ഓക്കെ, ഓർഡിനറി കാര്യങ്ങളാണ്. വൈ ഡോണ്ട് യു ബിക്കം ഹോളി ഫയർ? പൂർണ്ണമായിട്ടും നിനക്ക് എന്തുകൊണ്ടൊരു തീപ്പന്തമായിക്കൂടാ, തീ ജ്വാലയായിക്കൂടാ? ഒരു നിമിഷം ഒന്ന് പോസ്റ്റ് ചെയ്യുക എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. നിങ്ങൾ ശരിക്കും കർത്താവിൻ്റെ കത്തിജ്വലിക്കുന്ന തീപ്പന്തമായിട്ട് മാറിയിട്ടുണ്ടോ? മാറണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെ ക്രൈസ്തവ ജീവിതം ആരംഭിക്കുന്നത് ഒരു മോട്ടിവേഷനിലൂടെയാണ്. കർത്താവ് നമ്മെ വിളിച്ചു, ഒരു എമ്മിൽ തുടങ്ങുന്ന മോട്ടിവേഷൻ. അപ്പോൾ നമുക്ക് ഒരു മിഷൻ കിട്ടി, കർത്താവിൻ്റെയായി മാറണം. പിന്നെ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു, ഭയങ്കര അതിശക്തമായ മൂവ്മെൻ്റാണ്. അപ്പോൾ 3 എമ്മുകളായി: മോട്ടിവേഷൻ, മിഷൻ, മൂവ്മെൻറ്റ്. എന്നിട്ട് അടുത്തൊരു എമ്മുണ്ട്, മെഷീൻ. മെഷീനറിയായി മാറി, യന്ത്രം പോലെയായി മാറി. ഞാനെന്ന വ്യക്തി ഇപ്പോൾ ഒരു മെഷീനറി ആണെന്ന് വിചാരിക്കുക. മെഷീനറി ഒന്നുമല്ല. അപ്പോൾ പിന്നെ എന്ത് ചൈതന്യമാണ് എൻ്റെ ഉള്ളിലുള്ളത്? അകത്ത് ജ്വാലയില്ല, അകത്ത് തണുപ്പോ ചൂടോ ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മിഷനറി ആയിട്ട് ഞാൻ രൂപാന്തരപ്പെടണം. വൈ ഡോണ്ട് യു ബിക്കം ഹോളി ഫയർ? പൂർണ്ണമായിട്ടും ഒരു ഫയറായിട്ട്, അഗ്നികുണ്ഡമായിട്ട് മാറാൻ എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം കണ്ടെത്തണം. ഈ ഫ്രാൻസിസ് അസീസിയുടെ കുട്ടിക്കാലമൊക്കെ ഈ പുസ്തകത്തിൽ വരച്ചേർത്തിരിക്കുന്നത് വളരെ സുന്ദരമായിട്ട് തോന്നും. അമ്മയെ ചിത്രീകരിച്ചിരിക്കുന്നത് കരുണാർദ്രതയുടെ ആൾരൂപം പോലെയാണ്. അതുപോലെ തന്നെ ഫ്രാൻസിസ് കുട്ടിക്കാലത്ത് തന്നെ ഒബ്സർവേഷൻ നടത്തുന്നതായിട്ടാണ് ഈ നോവലിൽ അവതരിപ്പിക്കുക. പാഷൻ ഡ്രാമ നടക്കുന്ന സമയമാണ്. അപ്പോൾ അതായത് എല്ലാ വർഷവും കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള ഡ്രാമ, അത് യൂറോപ്പിലെ രീതിയാണ്. അപ്പോൾ ഈ പീഡാസഹന നാടകമൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവരെല്ലാവരും, ആക്ടേഴ്സ് എല്ലാവരും കൂടി വീട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ കർത്താവിൻ്റെ റോളടിഞ്ഞ അയാൾ കുറേ അശ്ലീല ഭാഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ കുട്ടിക്കത് ഇഷ്ടപ്പെട്ടില്ല, കുഞ്ഞ് ഫ്രാൻസിസ്കോയ്ക്ക്. അവൻ അമ്മയോട് ചോദിച്ചു, ഇയാളെന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈശോ അല്ലേ? അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, അയാൾ അഭിനയിച്ചല്ലേ, അയാൾ ഇപ്പോൾ ഈശോ അല്ലല്ലോ, അത് നാടകത്തിലല്ലേ. അപ്പോൾ കുഞ്ഞ് അയാളുടെ അടുത്ത് നിന്നിട്ട്, അപ്പം നിങ്ങൾ അഭിനേതാവാണല്ലേ, ഈശോ അല്ലല്ലേ? കുഞ്ഞിന് കരച്ചിൽ വന്നു. ഈ ചോദ്യം പ്രിയപ്പെട്ട സുഹൃത്ത്, നിങ്ങളുടെ ഉള്ളിലുള്ള കുഞ്ഞ് നിങ്ങളോട് ചോദിക്കുകയാണ്. അത് അച്ഛനായിട്ട് അഭിനയിക്കണയാണല്ലേ, റിയൽ അല്ലല്ലേ, ഫേക്കാണല്ലേ? പ്രേക്ഷിതനായിട്ട് അഭിനയിക്കണയാണല്ലേ, റിയലല്ല, ഫേക്കാണല്ലേ? അതൊരു കുഞ്ഞിനെ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള കുഞ്ഞു ഭാവം, ലാളിത്യത്തിൻ്റെ ഒരു ഭാവം നിങ്ങളോട് ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒക്കെ അഭിനയമല്ലേ? ഒരാളെ കെട്ടിപ്പിടിക്കുമ്പോൾ പോലും അഭിനയിക്കാം, ഉള്ളു വേറെ എവിടെയോ ആണ്, എന്നിട്ടും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്, അഭിനയിക്കുകയാണല്ലേ? ഒരാളെ സ്നേഹിക്കുന്നത് പോലെയൊക്കെ അഭിനയിക്കാൻ പറ്റും, അടുപ്പം അഭിനയിക്കാൻ പറ്റും, ആദരവ് അഭിനയിക്കാൻ പറ്റും. ഗുഡ് മോർണിംഗ് എന്ന് പുറത്ത് പറഞ്ഞിട്ട് അകത്ത് വേണമെങ്കിൽ തെറിവാക്ക് പറയാം, അഭിനയിക്കുകയാണല്ലേ? അപ്പോൾ അഭിനയിക്കുകയാണോ എന്ന് സ്വയം ഒന്ന് ചോദിക്കുക. റിയൽ സെൽഫാണോ അല്ലെങ്കിൽ ഫേക്ക് സെൽഫാണോ? ഏത് സെൽഫാണ് ഇപ്പം എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന സെൽഫ് എന്ന ചോദ്യത്തിന് ഞാനല്ലാതെ പിന്നെ ആരാണ് ഉത്തരം കണ്ടെത്തുക? വീണ്ടും ഈ സകല ജീവജാലങ്ങളോടും ഇഷ്ടം പുലർത്തിയ ആളാണ് ഫ്രാൻസിസ് അസീസി. ഇതിലൊരു വളരെ രസകരമായ രംഗമുണ്ട്. അർദ്ധരാത്രി ഫ്രാൻസിസ് അസീസി പള്ളിയുടെ മുമ്പിലിരുന്ന് പള്ളിമണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിമണി മുഴക്കി ആളുകൾ മുഴുവൻ ഓടിക്കൂടി. 2 സമയങ്ങളിലാണ് പള്ളിമണി മുഴക്കാറ്. ഒന്നുകിൽ അത്യാഹിതങ്ങൾ സംഭവിക്കണം, അല്ലെങ്കിൽ സഭാധികാരികൾ ആരെങ്കിലും സന്ദർശനത്തിന് വരണം. അതാണ് സാധാരണ പരമ്പരാഗത രീതി. ഇവിടെ ഒരാൾ അസമയത്ത് മണിമുഴക്കുകയാണ്, ആൾ ഓടിക്കൂടിയ ആളുകൾ അമ്പരപ്പോടുകൂടി ഫ്രാൻസിസ്കോ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഫ്രാൻസിസ് ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, എന്താ കണ്ടില്ലേ പൂർണ്ണചന്ദ്രൻ, അതിനൊന്ന് കണ്ണു തുറക്കെ കാണ്. എത്ര നാളെ നിങ്ങൾ പൂർണ്ണചന്ദ്രനെ കണ്ടിട്ട്? നമ്മൾ കരുതി ഇയാൾക്ക് എന്താ വട്ടാണോ? വട്ടല്ല,
അയാളാണ് ഈ റിയാലിറ്റിയെ തൊട്ട് നിൽക്കുന്ന ആൾ. ഹെലൻ കെല്ലറെ കാണാൻ വന്ന ഒരു കൂട്ടുകാരിയോട് ഹെലൻ കെല്ലർ ചോദിച്ചു, പോന്ന വഴിക്ക് വഴിയോരത്ത് പൂക്കൾ കണ്ടോ, അവിടെയുള്ള അരുവി കണ്ടോ, അവിടെയുള്ള പച്ചപ്പ് കണ്ടോ? അപ്പോൾ കൂട്ടുകാരി പറയേ, ഞാനൊന്നും കണ്ടില്ല, ഞാൻ ഇങ്ങോട്ട് വരാനുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇന്നസെൻ്റായിട്ട് ഹെലൻ കെല്ലർ ചോദ്യം ചോദിച്ചു, പിന്നെ നിനക്ക് എന്തിനാണ് കണ്ടുണ്ടായത്? കണ്ടില്ലാത്ത ഒരാൾ ചോദിക്കുകയാണ്, നിനക്ക് പിന്നെ എന്തിനു കണ്ടുണ്ടായത്? കാണേണ്ടതൊന്നും നീ കണ്ടില്ല. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു, തൊട്ടരിൽ നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നതെന്ന് ചോദിക്കുക. സോക്രട്ടീസ് അലക്സാണ്ടറോട് പറയുന്നു, നിങ്ങൾ ചരിത്രകാരന്മാരെ കൊണ്ട് നിങ്ങളുടെ പേരിൻ്റെ കൂടെ മഹാനായ അലക്സാണ്ടർ എന്ന് എഴുതി ചേർത്തിട്ടുണ്ടല്ലോ, നുണയല്ലേ അത്? അലക്സാണ്ടർ തോറ്റവനെ പോലെ നിൽക്കുകയാണ്. അപ്പോൾ സോക്രട്ടീസ് പറയുന്നത് അത് നുണയാണ്. കാരണം നിങ്ങൾ മഹാനായ അലക്സാണ്ടർ അല്ല. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്നതിന് പകരം അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഡെഡ് ബോഡി എന്ന് പറയേണ്ടി വരും. മഹത്തായ ശവമാണ് നിങ്ങൾ, കാരണം നിങ്ങൾ ജീവിച്ചിരിക്കുന്നില്ല. സോക്രട്ടീസ് ചോദിക്കുകയാണ്, നിങ്ങളുടെ കുഞ്ഞിനൊന്ന് ഉമ്മ വെച്ചിട്ട് എത്ര ആളായി? നിങ്ങളുടെ ഭാര്യ ഒന്ന് കെട്ടിപ്പിടുന്നിട്ട് എത്ര ആളായി? പോട്ടെ, നിങ്ങളുടെ പരിചാരകർ ഉണ്ടാക്കിയിരിക്കുന്ന തോട്ടം, കൊട്ടാരത്തിലെ തോട്ടത്തിലെ ഏതെങ്കിലും ഒരു പൂവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ കാറ്റേറ്റ് അല്പസമയം നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ? എത്ര നാളായി നിങ്ങൾ സൂര്യാസ്തമയം കണ്ടിട്ട്, സൂര്യോദയം കണ്ടിട്ട്? ഈ ചോദ്യങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ മുഴങ്ങണം. ദൈവത്തിൻ്റെ പ്രണയലേഖനമാണ് പ്രകൃതി. ആ പ്രണയലേഖനത്തിൽ എത്ര വരി ഇപ്പോൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്? ഒന്നും കാണുന്നുമില്ല, ഒന്നും കേൾക്കുന്നുമില്ല, മണ്ണിനെപ്പോലും തൊട്ടില്ല. ഇന്നത്തെ കുഞ്ഞുങ്ങൾ മണ്ണ് പോലും തൊട്ടിട്ടില്ല. ഇനി മണ്ണെന്താണെന്ന് അവർക്ക് പ്രത്യേകമായി ക്ലാസ് എടുക്കേണ്ടി വരും. ചുറ്റുമുള്ള ഒന്നിനെക്കുറിച്ച് ഒരു ബോധമില്ലാത്തൊരു തലമുറ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രകൃതിയിലേക്ക് നടക്കൂ എന്ന് ഫ്രാൻസിസ് അസീസി നമ്മെ നിരന്തരം ആഹ്വാനം ചെയ്യുന്നില്ലേ? ആ ആഹ്വാനത്തിന് കാതോർക്കുക. അടുത്തത് സഹോദരരോടുള്ള സ്നേഹം. ഉള്ളൂരിങ്ങനെ കവിത എഴുതി, അടുത്ത് നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം. അത് തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരനെ കാണാൻ കണ്ണില്ലാത്തവന് അരൂപനായ കർത്താവ് എങ്ങനെയാണ് ദൃശ്യനാവുക? സെൻറ്റ് ജെയിംസ് തന്നെ എഴുതുക, നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരനെ സ്നേഹിക്കാൻ പറ്റാത്തവന് അകലെയുള്ള കർത്താവിനെ സ്നേഹിക്കാൻ പറ്റില്ല. ഇവിടെ ഫ്രാൻസിസ് അസീസി പാവങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിച്ച. ഈ നോവലിസ്റ്റ് പറയുകയാണ്, പാവങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി എനിക്ക് കണ്ണു തരണമേ, ഹൃദയം തരണമേ എന്നല്ല പ്രാർത്ഥിച്ചത്, പാവപ്പെട്ടവനായിരിക്കാൻ അതിനെന്നെ പഠിപ്പിക്കണമേ. നമ്മളുടെ സ്നേഹം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും തമാശയാണ്. ഒരാൾ പള്ളിപ്രവർത്തകനാണ്, വലിയ പ്രവർത്തനം നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഈ ഓടക്കരികിൽ നിന്ന് വൃത്തികെട്ട പുല്ല് പറിച്ചിരുന്നു, വിശപ്പടക്കാൻ പറ്റാഞ്ഞിട്ടാണ്. അപ്പോൾ ഇദ്ദേഹം ഭയങ്കര പള്ളിപ്രവർത്തകനാണല്ലോ, പള്ളിക്കാരനാണ്. അദ്ദേഹം അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അയ്യോ ഇതെന്ത് കഷ്ടമാണ് സഹോദര, ഈ വൃത്തികെട്ട കൊച്ചു പുല്ല് കാണക്കരികിൽ നിന്ന് പറിച്ചിരേണ്ട അവസ്ഥ വന്നില്ല, എഴുന്നേറ്റ് പോവാം, ഉടൻ തന്നെ പോവാം, പള്ളിയിലേക്ക് പോകാം, പള്ളിയുടെ മുമ്പിൽ ഇതിനേക്കാളും വലിയ പുല്ലുണ്ടെന്ന്. ഇതാണ് അവസ്ഥ. പള്ളിക്ക് പുറത്ത് ചെറിയ പുല്ല് ഇതിനൊന്ന് ഒരുത്തനെ പിടിച്ച് പള്ളിക്ക് മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് വലിയ പുല്ല് കൊടുത്ത് ഊട്ടുന്ന, ഇതാണ് നമ്മുടെ ചാരിറ്റി എന്ന് പറയുന്നത്. ഫ്രാൻസിസ് അസീസിയെക്കുറിച്ചുള്ള ഈ പുസ്തകത്തിലെ സുന്ദരമായ രംഗം, നടന്നു പോരുമ്പോൾ ഒരു കുഷ്ഠരോഗി എതിരെ വരുന്നു. അറപ്പാണ് ആദ്യം തോന്നിയ വികാരം. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നാം. പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ വാക്കിംഗ് കോപ്സ് എന്നാണ് വിളിക്കുക, അതായത് ചലിക്കുന്ന മൃതദേഹം. കുഷ്ഠരോഗി അങ്ങനെയാണ്. ഇയാൾ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു, അയാൾ ഉമ്മ വെക്കുന്നു. ഉമ്മ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ലയോട് ഫ്രാൻസിസ് അസീസി പറയുകയാണ്, ലയോ, ഞാനൊരു കാര്യം മനസ്സിലാക്കി, വേദനിക്കുന്നയാളുടെ മുറിവിൽ ഉമ്മ വെച്ച് കഴിയുമ്പോൾ വേദനിക്കുന്നയാൾ ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്നു. ഇങ്ങനത്തെ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? പ്രിയപ്പെട്ട സുഹൃത്തെ, ഏറ്റവും നികൃഷ്ടനായി തരം താഴ്ത്തപ്പെട്ട ഒരാളുടെ വേദനയിലേക്ക് താഴ്ന്നിറങ്ങാൻ, അയാളുടെ ഒപ്പം ഇരിക്കാൻ, ഒപ്പം ഉയർത്തിയെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ തൊട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ക്രിസ്തു ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഫ്രാൻസിസിൻ്റെ ഈ സന്ദേശം ഹൃദയത്തോട് ചേർത്ത് വെക്കാവുന്ന ഒരു സന്ദേശം തന്നെയാണ്. വേദനിക്കുന്നവൻ്റെ മുറിവിൽ ഞാനൊന്ന് തൊട്ടപ്പോൾ അവൻ പെട്ടെന്ന് ക്രിസ്തുവായി രൂപാന്തരപ്പെട്ടു എന്ന് പറയുന്ന ഒരു രൂപമാറ്റം. അതെൻ്റെ ജീവിതത്തിലും സംഭവിക്കേണ്ടതാണ്. സംഭവിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കണം. വളരെ സുന്ദരമായിട്ടുള്ള
സിനിമയുണ്ട്, ബ്രദർസ് ആൻഡ് സിസ്റ്റർ മൂൺ. ഇതിൽ പോപ്പ് ഇന്നസെൻ്റ് പാപ്പയെ കാണാനായിട്ട് ഫ്രാൻസിസ് അസീസിയും കൂട്ടരും ചെല്ലുന്ന രംഗമുണ്ട്. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഏതൊക്കെയോ കാര്യങ്ങളൊക്കെ പ്രസംഗമാക്കി മാറ്റി പ്രത്യേക അനുവാദം വാങ്ങി ചെന്നിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ വലിയ രാജകീയ അന്തരീക്ഷത്തിൽ കൈകാലുകൾ വിറച്ചു, പറയാൻ പറ്റുന്നില്ല, എഴുതിക്കൊണ്ടുവന്നത് വായിക്കാൻ പറ്റുന്നില്ല, വിങ്ങിപ്പോകുന്നു, തല താഴ്ത്തിപ്പോകുന്നു. പക്ഷേ പിന്നീട് പരിശുദ്ധാത്മാവിൻ്റെ വെളിപാട് നിമിത്തം ഒരു പ്രസംഗം അദ്ദേഹം നടത്തി. ഒറിജിനൽ ഇന്നസെൻസിനെ കുറിച്ച്, പുരോഹിതരായിരിക്കേണ്ട അവസ്ഥകളെക്കുറിച്ച്, അതായത് സ്വർഗത്തിലെ പിതാവിനെ പോലെ പരിപൂർണനാകുന്നതിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കലിനെ കുറിച്ച് ഈ ഒരു പ്രസംഗം നടത്തിയപ്പോൾ മൊത്തത്തിൽ എല്ലാവരും ദേഷ്യപ്പെട്ടു. അവർ ഇദ്ദേഹത്തെ ഒരു പൂച്ചക്കുട്ടി എടുത്ത് കൊണ്ടുവന്ന പോലെ എടുത്തു പോയി താഴെ പുറത്തേക്ക് എറിഞ്ഞു. അപ്പോഴേക്ക് പോപ്പ് ഇന്നസെൻ്റ് താഴേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അയാൾ തിരികെ വിളിക്കുക. കാരണം തലേ ദിവസം സ്വപ്ന ദർശനത്തിൽ ഈ മനുഷ്യൻ താഴേക്ക് വീഴുന്ന പള്ളി താങ്ങിയെടുക്കുന്നവനായിട്ട് കാണപ്പെട്ടു. അയാൾ തിരികെ വിളിക്കുക. തിരികെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സംഭവിച്ചത് ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായൊരു നിമിഷമാണ്. ഈ പോപ്പ് ഇന്നസെൻ്റ് എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ പാപ്പാമാരിൽ ഒരാളാണ്, ഏറ്റവും കരുത്തുറ്റയാൾ. അദ്ദേഹം പോപ്പ് ഇദ്ദേഹത്തിന് മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, നിന്നെപ്പോലെ ഞാനും തുടങ്ങിയതാണ്, നല്ല വിശുദ്ധിയോടുകൂടി എല്ലാ നിഷ്കളങ്കതയോടും കൂടി, പിന്നെ ഔദ്യോഗിക ഭാരങ്ങളുടെ വല്ലാത്ത ഞെരുക്കവും ഒരുക്കവും പിരിമുറുക്കവും എല്ലാം നിമിത്തം പല കാര്യങ്ങളും മറന്നുപോയി. കർത്താവിനെ മറന്നുപോയി, കർത്താവിൻ്റെ വഴികൾ മറന്നുപോയി. ഞാൻ ഇനി ഒറിജിനൽ പ്യൂരിറ്റിയിലേക്ക്, ആദിമ നൈർമല്യത്തിലേക്ക് യാത്രയാകണം. അതേ പറയുന്നൊരു വാചകമുണ്ട്, ആദിമ പാവത്തെക്കുറിച്ചുള്ള ചിന്തകൾ മുഴുകി ആദിമ നൈർമല്യത്തെ നമ്മൾ മറന്നുപോയി. ആദിമ നൈർമല്യത്തിലേക്ക് പോകാൻ നീ എന്നെ ചാലഞ്ച് ചെയ്യുകയാണ്. ഇത് പറഞ്ഞിട്ട് പോപ്പ് ഇന്നസെൻ്റ് മൂന്നാമൻ ഈ നിസ്വനായ ദൈവത്തിൻ്റെ പാവപ്പെട്ടവൻ്റെ കാൽക്കൽ വീണ് പാദങ്ങൾ ചുംബിച്ചു. ചരിത്രം മാറുന്ന അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഒരൊറ്റ മനുഷ്യൻ ചരിത്രം മാറ്റുകയാണ്. ഗാന്ധി എഴുതി, ബി ദ ചേഞ്ച് ദാറ്റ് യു വാണ്ട് ടു സീ ഇൻ ദ കമ്മ്യൂണിറ്റി. സമൂഹത്തിലുണ്ടാകേണ്ട മാറ്റമായിട്ട് നിങ്ങൾ മാറുക. അപ്പോൾ ഈ മാറ്റം കൊണ്ടുവന്ന ഒരു വിശുദ്ധനെയാണ് ഈ പുസ്തകം അവതരിപ്പിക്കുന്നത്. ഫ്രാൻസിസ് അസീസി പതുക്കെ ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്ന രംഗങ്ങളും ഈ പുസ്തകത്തിലുടനീളമുണ്ട്. ലിയോ പറയുകയാണ്, നിൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കി നിൽക്കുമ്പോൾ ഫ്രാൻസിസ്കോ നീ അപ്രത്യക്ഷനാവുകയാണ്. പതുക്കെ കർത്താവിൻ്റെ കണ്ണ്, കർത്താവിൻ്റെ ചുണ്ടുകൾ, കർത്താവിൻ്റെ മുഖത്തെ വെട്ടം, നീ കർത്താവായി മാറുകയാണ്. അപ്പോൾ ഫ്രാൻസിസ് അസീസി മറുപടി പറയുകയാണ്, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ഉപകരണങ്ങൾ മാത്രമല്ലേ, ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇൻസ്ട്രുമെൻറ്റും ദിവിനിതാത്തിസ്, ദൈവിക ഉപകരണം, അത് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഉപകരണമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്തത്? ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്തതിന് ഒറ്റ കാരണങ്ങൾ, ദൈവം നിറയാൻ നമ്മൾ അനുവദിക്കുന്നില്ല. നമ്മൾ നിറഞ്ഞുകൊണ്ടിരിക്കണല്ലേ. ഞാനൊന്ന് ഒഴിഞ്ഞാലല്ലേ ദൈവത്തിന് കയറാൻ പറ്റുള്ളൂ. ഇത് ഞാൻ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയാണ്. ഈ അവസ്ഥയാണ് സ്പിരിച്വാലിറ്റി ഇല്ലായ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഞാനെല്ലാം നിശ്ചയിക്കും. എൻ്റേത് ശരിമൊഴി, എൻ്റേത് ശരിവഴി, എൻ്റേത് ശരിവെട്ടം, എൻ്റേത് ശരിവട്ടം, എല്ലാം ഞാൻ. ഈ അവസ്ഥ അത്ര നല്ല അവസ്ഥയൊന്നുമല്ല. ഈ അവസ്ഥയാണ് ഏറ്റവും മോശമായ അവസ്ഥ എന്ന് ഫ്രാൻസിസ് അസീസി നമ്മോട് ഈ നോവലിലൂടെയും ജീവിതത്തിലൂടെയും പറഞ്ഞ് തരികയാണ്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് ക്രിസ്തുവിനെ കേൾക്കുന്നില്ല എന്ന്, അതാണ് നമ്മൾ ധ്യാനമാക്കി മാറ്റേണ്ടത്. അവസാനം ഈ പുസ്തകത്തിൻ്റെ അവസാന താളുകളിൽ ലിയോ ഇങ്ങനെ കുറിക്കുകയാണ്, പ്രിയ പിതാവേ, നിന്നെക്കുറിച്ചുള്ള ഓർമ്മയിൽ മുഴുകി ഞാനിവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചെറു കിളി വന്ന് ജനാലയ്ക്കൽ മുട്ടി വിളിക്കുന്നത് പോലെ ഞാൻ കരുതുന്നു അത് നീ തന്നെയാണ്. നീ ഇപ്പോഴും എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൂടെ നടക്കുകയാണ്. വിശുദ്ധരെപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൂടെ നടക്കുന്നവരാണ്. അവർ ആരെയാണ് സേവിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്നു, നടവഴി ഏതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു, എത്തിച്ചേരേണ്ട വീട് ഏതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിറയെ ഓർമ്മപ്പെടുത്തലിൻ്റെ
നക്ഷത്രങ്ങൾ മിന്നി മിന്നി നിൽക്കുകയാണ്. പ്രിയപ്പെട്ട ചങ്ങാതി, ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതം ആഴങ്ങളുള്ള ജീവിതമാക്കി മാറ്റുക. യാത്ര ഒരിക്കലേ ഉള്ളൂ. ബോധത്തോടെയും ബോധ്യത്തോടെയും ചുവടുവെക്കുക. നല്ല യാത്ര നേരുന്നു.